വെൽക്കം ടു കോഡ് ക്യൂസ്. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രീക്വൻസി ഓഫ് ആൻ എലമെൻറ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഒരു അറേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എന്താ കണ്ടുവച്ചേ, ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് കണ്ടോ, യൂണീക്ക് എലമെൻറ്റ്സ് കണ്ടോ. അപ്പോൾ എന്താ, ഒരു എലമെൻറ്റ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് ഒരു വട്ടം എടുത്ത് എഴുതും അല്ലേ. അപ്പോൾ ഒരു എലമെൻറ്റ് ഒന്നിക്കുള്ളവട്ടം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യണം നമുക്കറിയണം. അതാണ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എലമെൻറ്റ് അറേക്കകത്ത് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഓരോ എലമെൻറ്റിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അറേക്കകത്തുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെ ഫ്രീക്വൻസി. ഓക്കെ, സോ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും, 2 എടുത്തു, നമ്മൾ ബാക്കിയെല്ലാം നോക്കി, അപ്പോൾ വേറെ 2 ഇല്ല, ഒരു വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, ഫ്രീക്വൻസി 1 ആണ്. 3 എടുത്ത് 3 വട്ടം വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി 3 ആണ്. 7 എടുത്ത് ബാക്കിയെല്ലാമായിട്ട് ചെക്ക് ചെയ്ത് നോക്കി, 2 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നു. അഗെയിൻ 5 എടുത്തു, 2 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നു. 3 എടുത്ത് ഓൾറെഡി നമ്മൾ എടുത്ത കാരണം വീണ്ടും നോക്കേണ്ട ആവശ്യമില്ല, 5 നോക്കണ്ട, 3, 7. അഗെയിൻ 9 എടുത്തിട്ട് ഒരു വട്ടം വരുന്നുള്ള, അപ്പം 1. ഈ കൗണ്ടാണ് നമുക്ക് അവിടെ എഴുതണ്ടേ. ഓരോ വട്ടവും നമ്മൾ ഓരോ എലമെൻറ്റ് എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കൗണ്ട്. അപ്പം നമ്മൾ പറഞ്ഞെങ്ങനെ, ഒരു എലമെൻറ്റ് എടുക്കുന്നു, ബാക്കി എല്ലാവരുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നു, എന്നിട്ട് അതിൻ്റെ കൗണ്ട് എടുക്കുന്നു അല്ലേ. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഒരു എലമെൻ്റ് എടുത്ത് ബാക്കി എല്ലാവരുമായിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ 2 ഫോർ ലൂപ്പ്, ഫോർ i is equal to 0, i less than n, i plus plus, for j is equal to 0, j less than n, j plus plus. അപ്പം j equal to 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യേണ്ട, ഒരു എലമെൻ്റ് എടുത്തിട്ട് അതിന് ശേഷമുള്ള എല്ലാ എലമെൻറ്റും അല്ലേ. അപ്പം നമ്മൾ അതിന് വേണ്ടി എന്താ ചെയ്യണേ, ഇപ്പോൾ തേർഡ് എലമെൻ്റ് ആണെങ്കിൽ 4th തുടങ്ങി, അപ്പോൾ ith എലമെൻ്റ് ആണെങ്കിൽ i plus 1 തുടങ്ങി ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും. ഓക്കെ, ആൻഡ് ഒരു എലമെൻ്റ് എടുത്തിട്ട് ബാക്കി എല്ലാവരുമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അത് വീണ്ടും വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ട് നമ്മൾ കൂട്ടി വരും അല്ലേ. ഇനീഷ്യലി ഒരു എലമെൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൗണ്ട് 1 ആണ്. സോ c is equal to 1 നമുക്ക് ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കാം. കാരണം i അടുത്ത എലമെൻ്റ് ആകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ആകുമ്പോൾ തന്നെ കൗണ്ട് 1 റീസെറ്റ് ചെയ്യണം. അപ്പോൾ i ഇൻക്രിമെൻ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യണ പരിപാടി കൗണ്ട് 1 ആണ്. അപ്പോൾ ആ എലമെൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൗണ്ട് 1 ആണ്. എന്നിട്ട് ജെ ലൂപ്പിൽ ലൈക്ക് ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സ് എടുക്കുന്നു, ചെക്ക് ചെയ്യുന്നു. എങ്ങനെ ചെക്ക് ചെയ്യുന്നത്, ഇഫ് AR സ്ക്വയർ ബ്രാക്കറ്റ് i ഈക്വൽ ടു AR സ്ക്വയർ ബ്രാക്കറ്റ് j ആവുമ്പോഴൊക്കെ നമുക്ക് കൗണ്ട് 1 കൂടണം അല്ലേ. സോ c പ്ലസ് പ്ലസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എലമെൻ്റ് എടുത്തു, ഇത് ഫുൾ ഓടിച്ച് കഴിയുമ്പോൾ അറേയിൽ അതിൻ്റെ കൗണ്ട് കിട്ടും. അപ്പം എന്താ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് പുതിയൊരു അറേ എടുക്കുക, അതിൻ്റെ ith പൊസിഷൻ, അതായത് ആ നമ്പർ എവിടെയാണ് കിടന്നത് വെച്ചാൽ അതേ പൊസിഷനിൽ തന്നെ നമുക്ക് ആ c വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് തിരിച്ച് റിട്രീവ് ചെയ്യാൻ വേണ്ടി ഭയങ്കര എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതേ പൊസിഷനിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ, ഇവിടെ 5 എടുത്തു, ഈ 5 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷനിലായിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോകണം. ഫ്രീക്വൻസി എന്ന് പറയുന്ന പുതിയ അറേയിലാണ്, പക്ഷെ അതിൻ്റെ അതേ പൊസിഷനിലായിരിക്കും. അപ്പോൾ വന്ന ചോദ്യമാണ് ഇവിടെ 3 ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതിനെന്ത് ചെയ്യുന്നുള്ളത്. കാരണം നമ്മൾ ആദ്യം 3 എടുത്ത് ഓക്കെ, ഇതിൻ്റെ കൗണ്ട് നമുക്ക് 3 ആയിരുന്നു, അതെടുത്ത് എഴുതി. വീണ്ടും 3 എടുത്തിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ കൗണ്ട് 2 എന്ന് പറഞ്ഞാൽ വരും, നമ്മൾ ഇപ്പോൾ എഴുതിയ കോഡ് എഴുതി കഴിഞ്ഞാൽ. സോ ഒരു എലമെൻ്റ് എടുത്ത് അത് എപ്പോഴെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൗണ്ട് ഇൻക്രിമെൻ്റ് ചെയ്യൂലേ, അതിൻ്റെ ഒപ്പം തന്നെ ആ എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്ത എലമെൻറ്റിനെ -1 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എന്താ, ഈ വാല്യൂ -1 ആയിട്ട് മാറി, ഇത് -1 ആയിട്ട് മാറും. സോ ഐൻ്റെ ലൂപ്പ് കറങ്ങി ഇവിടെ എത്തുമ്പോഴേക്കും ഇതിൻ്റെ വാല്യൂ -1 ആയിരിക്കും. അപ്പോൾ വീണ്ടും 3 ആയിട്ട് നോക്കൂല. കാര്യം ശരിയാണ്, നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്യുമെങ്കിലും -1ൻ്റെ ഫ്രീക്വൻസി ആയിട്ട് എടുക്കുമെങ്കിലും നമ്മൾ ഫൈനൽ ഔട്ടിൽ എന്താ, യൂണിക് എലമെൻസിൻ്റെ കൗണ്ട് മാത്രമേ എടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ, 2 ലൂപ്പ് എടുത്ത് കമ്പയർ ചെയ്യാൻ വേണ്ടി, എന്നിട്ട് എപ്പോഴൊക്കെ i ഈക്വൽ ടു j ആവുന്നു അപ്പോഴൊക്കെ കൗണ്ട് 1 ആഡ് ചെയ്യും. ആൻഡ് എപ്പോഴൊക്കെ റിപ്പീറ്റ് ആയ എലമെൻറ്റ്സ് -1 ആയിട്ട് അസൈനും ചെയ്യും. പിന്നെ നമ്മൾ കമ്പാരിസൺ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ അറേയിലോട്ട് ആ എലമെൻ്റ് എവിടെയായിരുന്നോ അതേ പൊസിഷനിൽ നമുക്ക് ആ ഫ്രീക്വൻസി അസൈൻ ചെയ്ത് കൊടുക്കാം, ആ കൗണ്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഐഡിയ നമുക്കൊന്ന് കോഡ് ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി 2 അറേ
ഒരു അറേ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സൈസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ, നമുക്ക് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ ഫോർ i is equal to 0, i less than n, i plus plus, for j is equal to i plus 1, j less than n, j plus plus, എന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു. ഇഫ് AR സ്ക്വയർ ബ്രാക്കറ്റ് i ഈക്വൽ ടു AR സ്ക്വയർ ബ്രാക്കറ്റ് j ആണെങ്കിൽ C പ്ലസ് പ്ലസ് ആ കൗണ്ട് കൂട്ടണം. എപ്പോഴെങ്കിലും ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിൻ്റെ കൗണ്ട് കൂട്ടണം. ഓക്കെ, അപ്പം നമ്മൾ കൗണ്ട് i j ഇതൊന്നും ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല. ഇൻറ്റ് i, j, c. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു, ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു അറയിലേക്കാണ് നമ്മൾ ഇതെല്ലാം അസൈൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, അതിൻ്റെ ഫ്രീക്വൻസി. അപ്പം ഇൻറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറയും കൂടി ഡിക്ലെയർ ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴാണ് ഓരോ എലമെൻ്റ് എടുക്കുമ്പോഴും അതിൻ്റെ കൗണ്ട് 1 ആയിരിക്കും അല്ലേ? ഇപ്പം ആദ്യം ഇട്ടൊരു എലമെൻ്റ് അവിടെ ഒക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ കൗണ്ട് 1 ആണല്ലോ. അപ്പം അത് ഇവിടെ കൊടുക്കുക, c is equal to 1. അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം 2 എലമെൻ്റ് എടുത്ത് കമ്പയർ ചെയ്ത് നോക്കുന്നു, ആൻഡ് എപ്പോഴെങ്കിലും ഈക്വൽ ആവുന്നു അപ്പോഴൊക്കെ C++ ചെയ്യുന്നു. അതേപോലെ ഒരു കാര്യം കൂടി ചെയ്യണം, ഈക്വൽ ആയി കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്ത എലമെൻ്റ് ഉണ്ടാവുമല്ലോ AR സ്ക്വയർ ബ്രാക്കറ്റ് j, അതായത് പിന്നീട് റിപ്പീറ്റ് ആയിട്ട് വന്ന അതിന് -1 ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക, ഈക്വൽ ടു -1. സോ നമുക്ക് എന്താ, ഈ ലൂപ്പ് ഓടിക്കഴിയുമ്പോൾ ആ എലമെൻറ്റിൻ്റെ കൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കൗണ്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി സ്ക്വയർ ബ്രാക്കറ്റ് i ഈക്വൽ ടു c എന്ന് പറഞ്ഞ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ലൂപ്പ് ഫുൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ FQ എന്ന് പറയുന്ന അറയിലോട്ട് ഓരോ എലമെൻറ്റിൻ്റെ ഫ്രീക്വൻസി വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് അത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഫോർ i is equal to 0, i less than n, i plus plus. ഇപ്പം നമുക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറയിൽ റിപ്പീറ്റ് ചെയ്ത എലമെൻറ്റ്സ് ഒക്കെ -1 ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് വരേണ്ട ആവശ്യമില്ല, ബാക്കി എല്ലാ എലമെൻറ്റ്സും മതിയാവില്ല റിപ്പീറ്റ് ചെയ്യാത്ത. അതായത് ഒറ്റ വട്ടമായിട്ട് നമുക്ക് ഓരോ എലമെൻ്റ് എടുത്താൽ മതി. അപ്പം ഇഫ് AR സ്ക്വയർ ബ്രാക്കറ്റ് i ഈക്വൽ ടു -1 ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം നോട്ട് ഈക്വൽ ടു -1 ആണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസീസ് എല്ലാം പ്രിൻറ്റ് ചെയ്യാം. പ്രിൻ്റ് %d repeats %d ടൈംസ്. അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ അറയുടെ കറസ്പോണ്ടിങ് പൊസിഷനിൽ ഇട്ട് കൊടുത്തത്. അപ്പം നമുക്ക് ഈ ഒരൊറ്റ വേരിയബിളായി മാത്രം മതി. ആദ്യം വന്നത് അറയിലെ എലമെൻറ്റ്, പിന്നെ വന്നത് അതിൻ്റെ ഫ്രീക്വൻസി. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ കുറച്ച് ബാഡായിട്ടിരിക്കണം. നെക്സ്റ്റ് ലൈനിലോട്ട് ഓരോന്ന് പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ലൈനിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ 12 റിപ്പീറ്റ് 3 ടൈംസ് അങ്ങനെ വന്നിട്ടുണ്ട്. നോക്കിയേക്കാം. 12 3 വട്ടം വന്നിട്ടുണ്ട്. ഓക്കെ, 4 2 വട്ടം വന്നിട്ടുണ്ട്. അഗെയിൻ 3 1 2 3 4 വട്ടം വന്നിട്ടുണ്ട്. സോ നമുക്ക് എല്ലാത്തിൻ്റെ ഫ്രീക്വൻസി കിട്ടി. ആൻഡ് ഈച്ച് നമ്പർ ഒരു വട്ടം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ -1 കൊടുക്കുന്ന കാരണം റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സൊക്കെ -1 ആയിട്ട് റീപ്ലേസ് ആയി പോയി. അതേപോലെ തന്നെ -1 വരുമ്പോൾ നമ്മൾ പ്രിന്റ് ചെയ്യണ്ടെന്നും പറഞ്ഞു. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ലോജിക്ക്.